എന്നെ അറിയാവുന്നതാണെങ്കിലും കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറച്ചുപേരെയൊക്കെ കാണാൻ പറ്റി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞങ്ങളെ ചർച്ചില് വചനം ശുശ്രൂഷിക്കാനായിട്ട് സമയം കൂടുതലെല്ലാം ഞാൻ ചർച്ചിൽ ചോദിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും സന്തോഷം തോന്നുന്നു. അപ്പം ഒരാഴ്ച ചോദിച്ചില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറയും, മോനെ ഇന്ന് സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. നമ്മളെല്ലാരും സന്തോഷിക്കുന്നത് കർത്താവിലാണ്. സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിലും അത് കർത്താവില്ല. ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സുരേഷിന് നേരത്തെ വചനം പറഞ്ഞ സമയത്ത് ലഗ്യുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്. ഞാന് കൊച്ചിലെ ഞങ്ങളുടെ ചർച്ചില് ഒരു ആന്റിക്ക് ഭൂതോളപ്പം പുള്ളിക്കാരി ഫസ്റ്റ് ആദ്യമായിട്ട് ചർച്ചിൽ വരുന്ന സമയമാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഭൂതോളം കാണുന്നത് ആ സമയത്താണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒമ്പതാം ക്ലാസ് കൊണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പം പുള്ളിക്കാരി ചർച്ചിൽ വന്ന് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരി ചർച്ചിൽ വരുന്നത്. അപ്പം പുള്ളിക്കാരി ചർച്ചിൽ വന്ന് അവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരി ആരാധനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കൊച്ചുപ്രായത്തിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പുതിയൊരാളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര നാണമാണ്. ഞാന് മൂലയ്ക്ക് പോയി പുള്ളിക്കാരി മൂലയിൽ ഇങ്ങനെ എന്നെ വിളിച്ചു. ഞാനാണ് നാണം കൊണ്ടു ഭയങ്കര നാണമാണ്. എനിക്ക് എന്നെ പോലെ നാണമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും പുതുതായിട്ട് വരുന്നവരെ കണ്ട അടുത്തിച്ചെല്ലാം ഭയങ്കര നാണമാണ്. പുള്ളിക്കാരി അടുത്ത് എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാനാണ് നാണം ഭയങ്കര നാണം. പുള്ളിക്കാരിയുടെ പോയി സംസാരിക്കാൻ എനിക്ക് നാണം ഉള്ളതുകൊണ്ട് മാറി. കുറച്ച് കഴിഞ്ഞ് ആരാധന തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഭൂതം തുടങ്ങി. എനിക്ക് 2 മാസത്തേക്ക് ഞാൻ ചിന്തിച്ചത് പുള്ളിക്കാരി വിളിച്ചപ്പോ ഞാൻ പോരുന്നെങ്കിൽ എന്നെക്കാളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു 2 മാസത്തേക്ക് എനിക്ക് പുള്ളിക്കാരിയെ കാണുമ്പോഴേ പേടിയാണ്. വരുമ്പോഴത്തേക്ക് ഞാൻ ഓടി വിളിക്കുകയാണ്. എപ്പോഴും എന്റെ ചിന്ത അതാണ്, പുള്ളിക്കാരിയെ വിളിച്ചപ്പോ ഞാൻ പോരുന്നെങ്കിൽ എനിക്കാണ് ഭൂതമുണ്ടെന്നോ അറിയത്തില്ല, ഭൂതമുള്ളതെന്നോ അറിയത്തില്ല. ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. ഇനി ദൈവമേ പോരുന്നെങ്കിൽ എന്നെ കൊണ്ടുവരുന്നോ എന്നുള്ള ചിന്തയാണ് അടുത്ത 2 മാസത്തേക്ക്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. യേശുവിൽ നിൽക്കുന്ന ഒരുത്തനെ, ഒരു മനുഷ്യനെ, ഒരു മകനെ, ഒരു പിശാചിനും തകർക്കാനോ ദൈവത്തെ പറയുന്നത് തൊടാൻ കഴിയുന്നില്ല. ദൈവജനത്തിനെതിരെ പദ്ധതികൾ ഒരുക്കാനായിട്ട് പിശാചിന് കഴിയും. ദൈവജനത്തിനെതിരെ ആലോചനകൾ കഴിക്കാനായിട്ട് പിശാചിന് കഴിയും. പദ്ധതികൾ ഒരുക്കാനായിട്ട് കഴിയും. പക്ഷെ ദൈവജനത്തിൽ ഒന്നും പിശാചിന്റെ പദ്ധതി വിജയിച്ചതായിട്ട് കണ്ടില്ല. പദ്ധതി ഒരുക്കിയതായിട്ട് കണ്ടില്ല. പദ്ധതി ഒരുക്കുന്നില്ലെന്നൊന്നും ദൈവജനം പറഞ്ഞിട്ടില്ല. ദൈവജനം പറയുന്ന പദ്ധതി ഒരുക്കും. അലറുന്ന സിംഹം പോലെ നോക്കി നിൽക്കുന്നവരാണ്. പലപ്പോഴും നമ്മളെല്ലാം കേട്ടിട്ടുള്ളൂ പിശാച് അലറുന്ന സിംഹം. ദൈവജനം പറയുന്ന അലറുന്ന സിംഹം പോലെ പല രീതിയിൽ പദ്ധതികൾ ഒരുക്കും. പക്ഷെ ദൈവജനം പറയുന്ന പദ്ധതികൾ ക്രിസ്തുയേശുവിലുള്ള ആരെയും ബാധിക്കുന്നില്ല. ലോകപരമായിട്ടുള്ള ആൾക്കാരെ ബാധിക്കാം, യേശുവിനെ അറിയാതെ നടക്കുന്നവരെ ബാധിക്കാം. യേശുവിനെ അറിഞ്ഞ ഒരാളുടെ ജീവിതത്തില് പിശാചിന്റെ പദ്ധതികൾ ബാധിക്കത്തില്ല, പിശാചിനെ തൊടാൻ കഴിയത്തില്ലെന്നാണ് ദൈവജനം പറയുന്നത്. ദൈവജനം പറയുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളുടെ ഓടി. ദൈവത്തോട് അടുത്ത് ചെയ്യുക, അവൻ നിങ്ങളുടെ അടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിലോട്ട് ഓടി വന്ന ചിന്ത അതാണ്. അങ്ങനെ പല രീതിയിൽ ദൈവം മുമ്പോട്ട് നടത്തുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം, കഴിഞ്ഞ കാലങ്ങളായിട്ടെല്ലാം ദൈവം വിശ്വസ്തയോടെ, ദൈവത്തിന്റെ വിശ്വസ്തത എന്നല്ലാതെ വേറെ ഒന്നും പറയാനോ അവകാശപ്പെടാനോ എന്തേലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവം തന്നത് മാത്രമാണ്. എന്തേലും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, സന്തോഷമായാലും വിദ്യാഭ്യാസമായാലും ഏത് രീതിയിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവം തന്ന അല്ലാതെ പ്രശംസിക്കാനും പേടുവാനും എന്റെ കഴിവിന്റെ ബുദ്ധി ഒന്നുമില്ല. എല്ലാം ദൈവം തന്ന ദാനമാണ്. ആ ദൈവത്തിന്റെ വിശ്വസതയാണ് എന്നെ ഇന്നും കൂടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്.
ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എങ്കിൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എങ്കിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. സാധാരണ നമ്മള് യേശുവിന്റെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന വചനമാണ്. നമ്മൾ സ്നാനപ്പെടുമ്പോഴത്തേക്കൊക്കെ പാസ്റ്റർമാര് പറയുന്ന കാര്യം, മരണപര്യന്തം വിശ്വസനായിരിക്കുന്ന ജീവൻ തീരുമാനം. നമ്മൾ യേശുവിന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചത് ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് സകലവും കഴിഞ്ഞു, സകലവും പുതുതായിട്ട് പോയി. അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെങ്കിലും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെങ്കിലും ജീവിക്കുന്നു. ഈ ഭൂമിയില് യേശുവിനെ അറിഞ്ഞ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായ ഒരു മനുഷ്യനില് അവന്റെ ജഡസ്വഭാവമല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവമാണ് അവന് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഞാനൊരു അവസരം മുമ്പോട്ട് വെച്ചിട്ട് വേറൊരു വേദഭാഗം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവന് ഇളയവൻ അവനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെനാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർബലപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവരെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളുകളെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യേശുകർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അപ്പനെ വേണ്ടെന്ന് വെച്ച് പോയ, അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് അകന്ന് മാറി ജീവിക്കാൻ ആഗ്രഹിച്ച, അപ്പന്റെ സ്വത്തെല്ലാം തനിക്ക് അവകാശപ്പെട്ടതെല്ലാം മേടിച്ച് മാറിപ്പോയി ജീവിക്കാൻ ആഗ്രഹിച്ച് നഷ്ടപ്പെട്ടു പോയ ഒടുവിൽ മടങ്ങി വന്ന ഒരു മകന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും ഞാന് കേട്ടിട്ടുള്ളത്, ഇളയ മകൻ അപ്പനെ വിട്ടുപോയി, അപ്പന്റെ അടുത്ത് ഇളയവൻ മടങ്ങി വന്നു, അതുകൊണ്ട് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നു. ഈ ഒരു കാര്യമാണ് പലപ്പോഴും ഈ ഒരു ഉപമ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇളയ മകനെ കുറിച്ചല്ല, ഭവനത്തിലുണ്ടായിരുന്ന മൂത്ത മകനെ കുറിച്ചാണ്. ഇളയ മകന്റെ കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. ഈ ഉപമ കർത്താവ് പറയുമ്പോഴത്തേക്ക് ആ പിതാവിനെ ദൈവമായിട്ട് ഭവനത്തിലുള്ള മൂത്ത മകനെ ദൈവം ഭവനത്തിലാക്കിയിരിക്കുന്ന, കുടിയാൻ രക്ഷിക്കപ്പെട്ട് ഭവനത്തിലാക്കിയിരിക്കുന്ന ഒരു മകനായിട്ട് ഇളയ മകനെ നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു മകനുമായിട്ട് ചിത്രീകരിച്ചാണ് യേശു കർത്താവ് വിഭവം പറയുന്നത്. ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അവൻ തിരിച്ചു വരണമെന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാൾ തിരിച്ചു വരണമെന്നാണ്. അതുപോലെ തന്നെ ഈ ഉപമയെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ദൈവം സ്വീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. എല്ലാ സ്വത്തും മേടിച്ച്, അവകാശങ്ങളെല്ലാം മേടിച്ച്, എല്ലാം അവന് വേണ്ടുന്നതായിട്ടുള്ള കിട്ടാനായിട്ടുള്ളത് എല്ലാം മേടിച്ച് പോയി അതെല്ലാം നശിപ്പിച്ചിട്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് ശ്രേഷ്ഠമായി തന്നെ കണ്ട് സ്വീകരിക്കുന്ന ഒരു അപ്പനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഇനി നാം അല്ല ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൂത്ത മകന്റെ കാര്യത്തിലോട് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കണം. 15-ന്റെ 28. അവരുടെ
ഹല്ലേലൂയ. നമ്മളെല്ലാവരും ക്രിസ്തുവിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മളെല്ലാരും ഈ അപ്പന്റെ മൂത്ത മകൻ പോലെ ആവുകയാണെങ്കിൽ നമ്മൾ ആരും ക്രിസ്തുവിലുള്ളവരല്ല. ഹല്ലേലൂയ. എന്താണ് മൂത്തമകനെ കുറിച്ച് മൂത്തമകന്റെ കാര്യത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്? പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ മൂത്തമകന്റെ ആ കാര്യത്തിൽ നിന്ന്, ആ ഒരു സംഭവത്തിൽ നിന്ന്, മൂത്തമകന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മൂത്തമകനെ സംബന്ധിച്ച് ഒന്ന്, അവൻ യഥാർത്ഥത്തിൽ ഭവനത്തിൽ അപ്പന്റെ കൂടെ ഉള്ളവനായിരുന്നു. പക്ഷേ അവൻ അപ്പനെ അനുസരിക്കുന്നവനായിരുന്നു. അവൻ അപ്പൻ പറയുന്നതെല്ലാം ചെയ്യുന്നവനായിരുന്നു. അപ്പന് വേണ്ടി എന്തും ചെയ്യുന്നവനായിരുന്നു. അധ്വാനിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവൻ എങ്ങനെയാണ് ആ ഭവനത്തിൽ വന്നതെന്ന് ബോധ്യമില്ലാത്തവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അപ്പം പറയുന്നത് അനുസരിക്കുന്നവനായിരുന്നു. ഭവനത്തിലുള്ളവനായിരുന്നു. ആ അപ്പം പറയുന്നത് നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കും ഉള്ളതാണ്. അവൻ അപ്പം പറയുന്നവനായിരുന്നു. അപ്പനെ അനുസരിക്കുന്നവനായിരുന്നു. അപ്പം പറയുന്നത് കേൾക്കുന്നവനായിരുന്നു. അധ്വാനിക്കുന്നവനായിരുന്നു. ഏത് രീതിയിൽ അപ്പൻ പറഞ്ഞാലും അപ്പനെ സഹായിക്കുന്നവനായിരുന്നു. അപ്പന്റെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷെ അവൻ എങ്ങനെയാണ് അപ്പന്റെ കൂടെ ആയതെന്ന് ബോധ്യമില്ലാത്തവനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാം? ദൈവം മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെ കുറവുകളെ കാണുമ്പോഴത്തേക്ക് അവർ അങ്ങനെ ചെയ്തിട്ടാണ് ദൈവസന്നിധിയിൽ വരുന്നത്, അവർ ഇങ്ങനെ ചെയ്തിട്ടാണ് ദൈവസന്നിധിയിൽ വരുന്നത്, അവരെ ദൈവം ഇങ്ങനെ ചെയ്തിട്ട് ദൈവം ഉപയോഗിക്കുന്നില്ല, അവരെ അങ്ങനെ ചെയ്തിട്ട് ദൈവം ഉപയോഗിക്കില്ല. പല രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഒരുവനെ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ നമ്മളും അവനെ സ്നേഹിക്കാനാണ്. ഹല്ലേലൂയ. മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം ഈ മൂത്ത മകനെ നമ്മൾ ഓരോരുത്തരും ആക്കി കഴിഞ്ഞാൽ, ആ മകന്റെ സ്ഥാനം നമ്മൾ ഓരോരുത്തരും ആക്കി കഴിഞ്ഞാൽ, നമ്മളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാനാണ് മൂത്ത മകനെങ്കിൽ ഞാൻ അപ്പന്റെ ഭവനത്തിൽ ആയതാണ്, അപ്പനെ അനുസരിക്കുന്നവനാണ്, അപ്പം പറയുന്നതെല്ലാം കേൾക്കുന്നവനാണ്, അധ്വാനിക്കുന്നതാണ്. പക്ഷേ ഞാൻ അപ്പന്റെ ഭവനത്തിലായത് അപ്പന്റെ കൃപ മുഖാന്തരമാണ്. എന്റെ കഴിവല്ല. ഞാൻ അപ്പം പറയുന്നത് കേൾക്കുന്നുണ്ട്, ശരിയാണ്. അപ്പം പറയുന്നത് അപ്പം പറയുന്നതനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. അപ്പന്റെ വചനം കേൾക്കുന്നുണ്ട്, അത് ശരിയാണ്. വചനം കേൾക്കാൻ ഞാൻ അപ്പന്റെ ഭവനത്തിലായത്, അപ്പന്റെ കൂടെ നടക്കാൻ ഞാൻ അപ്പന്റെ ഭവനത്തിലായത്, അപ്പനോട് എപ്പോഴും ഇരിക്കുവാനായിട്ട് എന്നെ പ്രാപ്തരാക്കിയത് അപ്പന്റെ കൃപയാണ്. എന്റെ കഴിവല്ല, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയല്ല, എന്റെ ശക്തിയല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടല്ല ഞാൻ അപ്പന്റെ ഭവനത്തിൽ അംഗമായത്. അപ്പൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടാണ് ഞാൻ കൃപയാലാണ് ദൈവഭവനത്തിൽ കയറിയതെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ഒരുവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പൻ അവിടെ സ്വീകരിക്കാമെങ്കിൽ ഞാൻ കോപിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ കോപമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളിൽ ക്രിസ്തു അല്ല ജീവിക്കുന്നത്, ജഡസ്വഭാവം ചെയ്യണം. അല്ലെങ്കിൽ നമ്മള് വലിയ കാര്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഇനി എനിക്ക് ക്രിസ്തുവാണ് ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നെങ്കിൽ ഓരോ സപ്പോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഉള്ളിൽ കോപവും വെച്ചിട്ട് മറ്റുള്ളവരെ ദൈവം ഉപയോഗിക്കുന്നതിൽ അസൂയപ്പെട്ടിട്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയല്ല, ക്രിസ്തു അല്ല നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്, മറ്റെന്തിനേക്കാളും ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ്. 2, ദൈവം എങ്ങനെയാണ് ഒരുവനെ സ്നേഹിച്ചത് അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ കാണാനായിട്ട് നമ്മളെ പ്രാപ്തനാക്കാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ പ്രാപ്തനാക്കുന്നത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ദൈവം മറ്റൊരാളെ സ്നേഹിച്ചു? നമ്മൾ നിൽക്കുന്നത് കൃപയാലാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. മറ്റൊരാളെ ദൈവം ഉപയോഗിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എന്തിനവനെ അവനെ ഉപയോഗിച്ചു? അവൻ അങ്ങനെ നടന്നവനാണ്, അവൻ എങ്ങനെയോ നടന്നത്, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് പറയാണ്, അവൻ അപ്പന്റെ എല്ലാം മേടിച്ചു പോയവനാണ്, എല്ലാം മേടിച്ച് ആർമാനിച്ച് നടന്നവനാണ്, ലോകപരമായിട്ടുള്ള എല്ലാ സുഖത്തിലും നടന്നവനാണ്. ഇതാലത്ത് ഞാനും അങ്ങനെയായിരുന്നു. എന്റെ ശക്തിയാലും എന്റെ കഴിവാലോ അല്ല ഞാൻ ഈ ഭവനത്തിൽ വന്നത്. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നുള്ള ബോധ്യം മൂത്തവൻ ഇല്ലാത്തത് കൊണ്ടാണ് മൂത്തവൻ അവിടെ കോപിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ മുമ്പേ പറയുന്ന മൂത്ത മകനാകാനല്ല, ദൈവത്തിന്റെ യഥാർത്ഥ മകനാകാനാണ്. ഹല്ലേലൂയ. മൂത്ത മകനാവാൻ ആർക്കും പറ്റുന്ന കാര്യമാണ്, കോപിക്കാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മൂത്ത മകനാവാനല്ല, യഥാർത്ഥ മകനാവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കിയത് ദൈവസന്നിധിയില് യേശുവിന്റെ രക്തത്താൽ വീണ്ടുജനിക്കപ്പെട്ട ദൈവമക്കളെ ആക്കിയത് എല്ലാവരെയും ദൈവമകനെന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് വേർതിരിക്കില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടുജനിക്കപ്പെട്ട സകല മനുഷ്യരെ ദൈവം വിളിക്കുന്നത് ദൈവത്തിന്റെ മകനെന്നാണ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് വേർതിരിക്കില്ല. ഞാനായാലും ഈ
ഹാളിലിരിക്കുന്ന ആരായാലും ഏത് മനുഷ്യനായാലും അവൻ ക്രിസ്തുവിലായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അവന് വേറൊരാളെ വിധിക്കുവാനോ അവൻ വേറൊരാളുടെ കഴിവുകളിനെ അപമാനിക്കുവാനോ ദൈവം എന്തുകൊണ്ട് അവനെ ഉപയോഗിക്കുന്നു, അവൻ അങ്ങനെ നടന്നവനാണെന്ന് പറയുവാനോ അവൻ അവകാശമില്ല. കാരണം ഒരു കാലത്ത് ഞാനും അങ്ങനെ നടന്നവനാണെന്നും ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ അംഗമായി തീർന്നത്. ഒന്നാമത്തെ കാര്യം, മൂത്തമകന് താൻ ആരാണെന്നുള്ള ബോധ്യമില്ല, എങ്ങനെയാണ് ഭവനത്തിൽ വന്നതെന്നുള്ള ബോധ്യമില്ല. രണ്ടാമത്തെ കാര്യം, ആ മൂത്ത മകൻ കൃപയോട് പ്രതികരിച്ചത് തെറ്റായ രീതിയിലാണ്. ഒന്നാമത് മൂത്ത മകൻ ആരെന്ന് അവന് ബോധ്യമില്ല. അവൻ അധ്വാനിക്കുന്നവരായിരുന്നു, അവരുടെ ഭവനത്തിലുള്ളവരാണെന്ന് അവന് ബോധ്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഭവനത്തിൽ വന്നതെന്ന് അവന് ബോധ്യമില്ല. രണ്ടാമത് അവൻ കൃപയോട് പ്രതികരിച്ച രീതി വേറെയാണ്. നഷ്ടപ്പെട്ടു പോയ ഒരുവരെ തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്നേഹിക്കാൻ, തിരിച്ചു വാങ്ങുവാൻ, അവനെ ആശ്ലേഷിക്കുവാൻ നോക്കി നിൽക്കുന്ന ദൈവവും അതേ ദൈവത്തിന്റെ രക്തത്താൽ വീടിച്ചിരിക്കപ്പെട്ട ആ മൂത്ത മകനായ നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുവാണെങ്കിൽ ദൈവം അവനെ കെട്ടിപ്പിടിക്കുന്നതിന് നമ്മൾ കെട്ടിപ്പിടിക്കും. യഥാർത്ഥമായി ക്രിസ്തുവാണ് നമ്മളിലുണ്ടെങ്കിൽ ആ അപ്പൻ മകനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മളെ സഹോദരനെ നമ്മൾ പോയി കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിക്കണം. കാരണം അപ്പന്റെ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്, ആ അപ്പന്റെ കൃപയിലാണ് ആ മകനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ട് ആ മകൻ തിരിച്ചു വന്നതിന് കുറ്റം പറഞ്ഞാൽ എന്നിൽ ക്രിസ്തു അല്ല ജീവിക്കുന്നത്, എന്നിൽ ദൈവകൃപയാലല്ല ഞാൻ നിൽക്കുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ഒരുവനെ കെട്ടിപ്പിടിച്ചാൽ നമ്മളെ കെട്ടിപ്പിടിക്കണം. ദൈവം ഒരുവനെ സ്വീകരിച്ചാൽ നമ്മൾ സ്വീകരിക്കണം. ദൈവം ഒരുവനെ ഉപയോഗിച്ചാൽ അവരുടെ കൂടെ നമുക്ക് അവനെ സഹായിക്കണം. നമ്മള് പഴയ പാഴ്ചയിലെല്ലാം പറയുന്ന പോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് പറയുന്ന പോലെ ഉപദ്രവിക്കാനോ അവനെ പഴിചാരാനോ അവനോട് ശത്രുത പുലർത്തി ക്രിസ്ത്യ ജീവിതം നയിക്കാനോ അല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അവനെ ചേർത്തെങ്കിൽ ചേർക്കാൻ നമ്മൾ വിശ്വസ്തരാണ്, ചേർക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് ദൈവം പറയുന്ന ഒരു അപേക്ഷയല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമകന്റെ ഉത്തരവാദിത്വമാണ് ദൈവം സ്വീകരിച്ചവനെ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ സാക്ഷി എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്ന വെറുതെ. ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ പിന്നെ പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് മൂത്ത മകനാവാനല്ല, യഥാർത്ഥമായി ക്രിസ്തുവിലുള്ള യഥാർത്ഥ മകനാവാനാണ്. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴവും വീണവും വീതിയും വർണ്ണിക്കാവുന്ന പറയുന്നു. ഈ ലോകത്തോട് ഒന്നിലും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയുന്നതല്ല. ഇത് നമ്മളും പറയുന്ന കാര്യമാണ് അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം കർത്താവേ എങ്ങനെ സ്നേഹിച്ച സ്നേഹം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും പറയുന്നത് കർത്താവേ എങ്ങനെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോഴത്തേക്ക് എനിക്കത് എന്റെ ഉള്ളം പറയുവാണ്. പ്രാർത്ഥന കഴിഞ്ഞാലുള്ള അർത്ഥമുള്ള കുറ്റം പറയുന്നു. ഇതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം കുറ്റം പറഞ്ഞവരോട് തിരിച്ചു കുറ്റം പറയുകയല്ലേ യേശു കർത്താവ് ചെയ്തത്. കുറ്റം പറഞ്ഞവരോട് ക്ഷമിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനും ഒരു നാൾ കുറ്റം പറഞ്ഞ് നടന്നവനാണ്. ഞാനും ഇവിടെ ഇരിക്കാൻ യോഗ്യത ഉള്ളവനല്ല, ഞാനും ഈ ഭവനത്തിലായിരിക്കാൻ യോഗ്യത ഉള്ളവനല്ല, അപ്പാന്ന് വിളിക്കാൻ യോഗ്യത ഉള്ളവനല്ല. എന്നിട്ടും എന്നെ യോഗ്യനാക്കി തീർത്ത ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ സ്നേഹം ഞാൻ അറിഞ്ഞവനാണെങ്കിൽ മറ്റുള്ളവനെ സഹോദരനെ വിളിക്കുക. ഇവൻ എന്റെ ക്രിസ്തുവിനുള്ള സഹോദരനാണ്. ഗോപരമായിട്ട് അവന് പല ജാതി ഉണ്ടാവും, പല ഈ മതത്തിൽ നിന്നുള്ളവരായിരിക്കും. അവൻ ക്രിസ്തുവിലായെങ്കിൽ അവൻ എന്റെ സഹോദരനാണ്. അവൻ ക്രിസ്തുവിലായെങ്കിൽ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവനെ സ്നേഹിക്കേണ്ടതാണ്. അവൻ ക്രിസ്തുവിലായെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതുപോലെ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതാണ്. ദൈവം എന്നെ സ്നേഹിച്ചത് എങ്ങനെയോ അങ്ങനെ എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്നിൽ ക്രിസ്തു ഉണ്ട്. അങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നിൽ ക്രിസ്തു ഇല്ല. ഈ മകന് മൂത്ത മകൻ അവൻ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എങ്ങനെയാ കുടുംബത്തിൽ കയറിയെന്ന് ബോധ്യമില്ല. രണ്ട്, അവൻ കൃപയോട് പ്രതികരിച്ച രീതി തെറ്റാണ്. മൂന്നാമത്, അവൻ പിതാവിന്റെ ഹൃദയം അറിയുന്നവനല്ല. ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ട്, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നവനാണ്, അങ്ങ് പറയുന്ന പോലെ അധ്വാനിക്കുന്നവനാണ്, അങ്ങ് പറയുന്നതെല്ലാം കേൾക്കുന്നവനാണ്, അങ്ങയുടെ ഭവനത്തിൽ എപ്പോഴും അങ്ങയുടെ കൂടെ ഉള്ളവനാണ്. പക്ഷെ കൂടെ ഉള്ളവരല്ല ദൈവത്തിന് ആവശ്യം, ഹൃദയം അറിയുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം നോക്കുന്നത് കൂടെ നടക്കുന്നവരെ അല്ല, ദൈവം നോക്കുന്നത് ഹൃദയം അറിയുന്നവരെ. നമ്മുടെ ദാവീദിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ലോകപരമായിട്ട് നോക്കുവാണെങ്കിൽ എന്തുമാത്രം തെറ്റാണ് ദാവീദ് ചെയ്തത്. ദാവീദിനെയൊക്കെ പലരും പറയാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ബൈബിളിൽ ഇഷ്ടമില്ലാത്ത
ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ദാവീദാന്ന് പറയുന്നത്. കൊലപാതകം, ലോകപരമായിട്ടുള്ള ദൃഷ്ടിയിൽ കൊലപാതകം ചെയ്ത് വ്യഭിചാരം ചെയ്ത് ഹല്ലേലൂയ. ആ മനുഷ്യനെ കുറിച്ച് ദൈവവചനം പറയുവാണ് ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ലോകപരമായിട്ട് നോക്കുവാണെങ്കിൽ കൊലപാതകം ചെയ്തവരാണ്, വ്യഭിചാരം ചെയ്തവരാണ്. അതും അതിന്റെ അങ്ങേ അറ്റത്തെ രീതിയിൽ എങ്ങനെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാവോ, അല്ലെങ്കിൽ നമ്മൾ ലോകപരമായിട്ട് നോക്കിയാൽ ഏത് രീതിയിലൊക്കെ ഒരു മനുഷ്യനെ, അതായത് അയാളെ ഭാര്യയെ തട്ടിയെടുക്കാനായിട്ട് കൊന്നു, അവരോട് വിചാരം ചെയ്തു. ആ മനുഷ്യനെ കുറിച്ച് ദൈവവചനം പറയുവാണ് ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്ക് ദാവീദിന്റെ കാര്യമാണ് പറയുമ്പോൾ ദാവീദിന്റെ തെറ്റു വന്നപ്പോഴത്തേക്ക് ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. എന്നിട്ട് പുള്ളിയൊന്നും തമന്ന് വീഴുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റു വന്നാൽ നമ്മൾ ന്യായീകരിക്കുന്നവരാണ് പലരും. ഞാൻ ഒരുപാട് ന്യായീകരിച്ചിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അത് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരുപാട് രീതിയിൽ ന്യായീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തെറ്റു വന്നപ്പോഴത്തേക്ക് ന്യായീകരിക്കാൻ ദാവീദ് നിന്നില്ല. ദാവീദിന് അറിയാം ദൈവത്തിന്റെ ഹൃദയത്തില് ദൈവത്തിന് മുമ്പാകെ വീണാൽ അവൻ ക്ഷമിച്ച് പിന്നെ അവനെ ഉയർപ്പിക്കാൻ വിശ്വസ്തനാണെന്ന് ദാവീദിന് അറിയാവുന്നതാണ് ദൈവത്തിന് മുമ്പാകെ കടന്നു വീണു. ദാവീദിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദാവീദ് പറഞ്ഞ വാചകമാണ് വലുതാക്കുന്നത്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. എന്നിട്ടാണ് കാണാൻ വേണ്ടി ദാവീദ് കടന്നു വീണതാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം അറിയുന്നവരെയാണ്, കൂടെ നടക്കുന്നവരാണ്. യൂദാസ് കൂടെ നടന്നതാണ്. ഹല്ലേലൂയ. യൂദാസ് യേശുവിന്റെ കൂടെ നടന്നതാണ്, ഹൃദയം അറിയുന്നവരായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന യൂദാസ് ആവാനല്ല, ഹൃദയം അറിയുന്നവരാണ്. അതുകൊണ്ട് ഒരു പിതാവിന്റെ ഹൃദയം നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയം നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ക്രിസ്തുവിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചതെന്നുള്ള ആ സ്നേഹത്തിന്റെ ആഴവും വീഴവും വീതിയും ദൈവം ആ സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ആളാണ് ഞാൻ, ക്രിസ്തുവിന്റെ സാക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ സാക്ഷിയല്ല. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹം പ്രദർശിപ്പിക്കുകയാണ്. യേശു കർത്താവ് ചെയ്തത് സ്നേഹത്തെ പ്രദർശിപ്പിക്കുക, യേശു കർത്താവിലൂടെ ദൈവം ചെയ്തത് സ്നേഹത്തെ പ്രദർശിപ്പിക്കുക. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പറയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവർ എന്തും പറയുന്നവരായിട്ടല്ല, പറയുന്നത് പ്രവർത്തിക്കുന്നവരായിട്ട് മുന്നേറാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുവയെ കുറിച്ച് ബോധ്യമില്ലാത്ത, എങ്ങനെയാണ് ഭവനത്തിൽ വന്നതെന്ന് ബോധ്യമില്ലാത്ത, പിതാവിന്റെ ഹൃദയത്തെ അറിയാത്ത മൂത്ത മകനാവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് സുരേഷിന്റെ കഴിഞ്ഞ ദിവസം മെസ്സേജ് പറയണമെന്ന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് എന്തോ പറയണമെന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പിതാവിന്റെ ഹൃദയം അറിയുന്നവർ എവിടെയുള്ളത്? ഭവനത്തിലുള്ളത്. ഒരു പിതാവിന്റെ ഹൃദയം, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഹൃദയം, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സ്നേഹം ഒരു സമൂഹം അറിയണമെങ്കിൽ ഭവനത്തിലുള്ളവർ അത് കാണിച്ചെങ്കിലേ സമൂഹം അറിയണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുടുംബമായിട്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തിരത്തോറും സഭയോട് ചേർന്നു. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കുടുംബമാണ്. ആ സഭ നിൽക്കുന്ന സമൂഹം യേശുവിനെ അറിയണമെങ്കിൽ സഭയ്ക്കകത്ത് മൂത്തവരുണ്ടാവാൻ പാടത്തിലെ യഥാർത്ഥവൻ വേണം. സഭയ്ക്കകത്ത് മൂത്തവരെല്ലാം ഉണ്ടാവേണ്ടത് യഥാർത്ഥമാരാണ്. എങ്ങനെയാണ് ഒരു സമൂഹത്തെ യേശുവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത്? സഭയ്ക്കകത്ത് യേശുവിന്റെ സ്നേഹം, സഭയ്ക്കകത്ത് യേശുവിന്റെ സ്നേഹം വ്യക്തമായിട്ടുള്ളവർക്ക് മാത്രമേ സഭയ്ക്ക് വെളിയിൽ സമൂഹത്തിന് മുമ്പായി യേശുവിനെ പ്രദർശിപ്പിക്കാൻ പറ്റും. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് സഭയ്ക്കകത്ത് ഭിന്നത, സഭയ്ക്കകത്ത് ഐക്യതയില്ലായ്മ, സഭയ്ക്കകത്ത് പല രീതിയിലുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റൊരാളെ, എന്റെ സഭയിൽ വരുന്ന ഒരാളെ സഹോദരനായിട്ട് കാണാൻ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സമൂഹത്തിന് മുമ്പാകെ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക? ഹല്ലേലൂയ. ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. യേശു കർത്താവ് പറഞ്ഞ രണ്ട് പ്രധാന കൽപ്പനകളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക, നിന്നെ പോലെ നിന്നെ, എന്നെ പോലെ. ഹല്ലേലൂയ. നിന്നെ പോലെ, എന്നെ പോലെ. ഞാൻ എന്റെ ശരീരത്തെ എത്രമാത്രം കരുതുന്നു, ഞാൻ എന്റെ കാര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാധാന്യത്തോടെ ചെയ്യുന്നു, അതേപോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. ഇത് ഇങ്ങനെ നടക്കണമെങ്കിൽ സഭയിൽ
ദൈവസ്നേഹം വ്യക്തമായിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അവൻ അപ്പന്റെ ഹൃദയം അറിയുന്നവനായിരിക്കണം. യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യേശുവിന്റെ സ്നേഹം യഥാർത്ഥമായിട്ട് അറിയുന്നവനായിരിക്കണം. കൃപയെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ളവന് മാത്രമേ ദൈവസഭയിൽ ദൈവം ആക്കിയിരിക്കുന്ന തന്റെ സഹോദരങ്ങളോട് ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ വിളിക്കുന്നത് മൂത്ത മകനാവാനല്ല. ഒരു കാലത്ത് നമ്മൾ ആവരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മൂത്ത മകനാവാനല്ല, ദൈവത്തിന്റെ യഥാർത്ഥ മകനാവാൻ. അങ്ങനെ ആയവർക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര ഇനി ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ. ആ വാക്യമാണ്, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്നു. ഈ ഭൂമിയിലെ കാര്യം, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താലത്രേ. ഈ വിശ്വാസമുള്ളവരെല്ലാം ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരെയാണ്. ദൈവം തിരയുന്നത് ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരെയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് പല പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ പറയാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ട പല പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുമായിരുന്നു. കർത്താവേ, ആ വിഷയത്തിലേക്ക് വിടുതൽ വേണം. കർത്താവേ, എനിക്ക് പ്രധാനമായിട്ട് ഭയങ്കര ഒരു വിഷയമുണ്ട്, വിദ്യാഭ്യാസം, കടം, രോഗം, ദുഃഖം, പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട്. ക്രിസ്തുവിന്റെ മനോഭാവത്തോടല്ല നമ്മൾ പറയുന്നത്. മറ്റൊരാളോട് വൈരാഗ്യം വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്. മറ്റൊരാളോട് വിദ്വേഷം വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്. കർമ്മേശ നടത്തുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറയാന്നുള്ളത് മനുഷ്യനോടായാലും ദൈവത്തോടായാലും. ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവം വിളിക്കുന്നതും അതിനുവേണ്ടിയാണ്. ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരായിട്ട് തീർക്കാൻ ദൈവത്തിന്റെ താല്പര്യമോ നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വയ്യ. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളെ എങ്ങനെയാ ദൈവം സ്വീകരിച്ചതുള്ള ബോധ്യമില്ലാത്തത്. എനിക്ക് വേറൊരാളെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഭയിലുള്ള ഒരാളെ സ്വീകരിച്ചെങ്കിലല്ലേ എനിക്ക് വെളിയിലുള്ള ഒരാളെ സ്വീകരിക്കാൻ പറ്റും. യേശുവിന്റെ സ്നേഹം പറഞ്ഞാൽ ഞാൻ സഭയിലുള്ള ഒരാളെ ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി യേശുവിനെ അറിയാത്ത, ദൈവത്തിന്റെ സ്നേഹം അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെ സ്വീകരിക്കും? ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹിക്കുന്നവരായിട്ട്. ദൈവം ആഗ്രഹിക്കുന്നത് മൂത്ത മകനാവാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തു യേശുവിനുള്ള യഥാർത്ഥ മകനാവാനാണ്. അവർക്ക് പറയാൻ പറ്റുന്നതാണ്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര ഇനി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നതോ ദൈവപുത്രനുള്ള വിശ്വാസം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്ര. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് എബ്രായ ലേഖനത്തില് 12-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. വിശ്വാസം പൂർത്തീകരിക്കുന്നവരും വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ യേശുവിനെ നോക്കുന്നവരും എല്ലാം ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. യേശുവിനെ ഒന്നുകൂടി നോക്കണമെങ്കിൽ, യേശുവിനെ നോക്കി ഭൂലോക ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവസ്നേഹം അറിയാത്തവരും ക്രിസ്തുവിനെ നോക്കി ജീവിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച് പരാജയപ്പെട്ടു. യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ യേശുവിനെ നോക്കി ജീവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്താണ്? പലപ്പോഴും ഞാൻ ഒരുപാട് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം, കർത്താവേ എന്താണ് എന്റെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഇങ്ങനൊരു ജീവിതം, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ജീവിതം തന്നെ? എന്താണ് എന്റെ ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്താണ് അങ്ങയുടെ എന്നിലുള്ള ഉദ്ദേശം എന്ന് പറയാൻ ആ ഒരു പർപ്പസ് എന്താണ്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പർപ്പസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുക, അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സാക്ഷിയാവാൻ ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ സ്നേഹം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷിയാവാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പൗലോസ് വചനത്തിൽ ഭയങ്കര എരിവുള്ളവരാണ്, ശാസിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ പൗലോസിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ദൈവത്തെ അറിയാത്തവരുടെ പൗലോസ് അങ്ങനെയല്ലായിരുന്നു. ഹല്ലേലൂയ. സഭയ്ക്ക് എന്നുള്ളത് പൗലോസ് നല്ല കർക്കശമായിട്ടാണ് ലേഖനം എഴുതിയത്. യേശുവിന്റെ ദൈവസ്നേഹം യേശുവിനുള്ള ദൈവസ്നേഹം അറിയാത്തവർക്ക് പൗലോസ് അങ്ങനെയല്ലായിരുന്നു. ഇതുപോലൊരു സൗമ്യതയില്ലെന്ന് എക്സ്പീരിയൻസ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന കാര്യം, ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത്
എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്ത് തീർക്കുന്നത്? ക്രിസ്തു എനിക്ക് വേണം, അപ്പന്റെ മനോഭാവം എനിക്ക് വേണം, അപ്പൻ എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും എന്നിൽ വേണം, അപ്പന്റെ ഹൃദയം അറിയുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവം നമ്മളെ വിളിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് വിദ്വേഷമോ ഭയമോ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവം അത് മാറ്റാനും പുതിയൊരു ഹൃദയം തരാനും ദൈവം വിശ്വസ്തനാണ്. എബ്രായർ ലേഖനം 4:16 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കാനും സഹായത്തിനുള്ള കൃപ ലഭിക്കാനും നാം ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ എടുക്കുക ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ, എന്തെങ്കിലും അല്ല, ദൈവത്തിൽ നിന്ന് ലഭിക്കാത്തതായിട്ട് ഒരു സഹായമില്ല. എനിക്കൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവം സ്നേഹിക്കാനുള്ള കഴിവ് തരുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം തീർത്തിട്ട് ദൈവസന്നിധി ചെല്ലുക എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ ആ രീതിയിൽ ദൈവസന്നിധി ചെല്ലുക എന്നുള്ളതാണ്. ദൈവത്തെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു തന്ന കാര്യമാണ്. ഹല്ലേലൂയ. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഒരുപാട് ചാടി കിടക്കാൻ നോക്കിയവരാണ്. പല രീതിയിൽ പല പ്രശ്നങ്ങളെ സ്വന്തമായിട്ട് സ്വന്തം ശക്തിയിൽ ചാടി കിടക്കാനായിട്ട് നോക്കിയവരാണ്. ഒരു രീതിയിലല്ലേ വേറൊരു രീതിയിൽ ഞാൻ എവിടേക്കും വെച്ച് പരാജയപ്പെട്ടു. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നിന്നെ ഞാൻ പടമുതുക്കുന്ന പേരെ പാൻ ചൊല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ആ വാക്യമാണ് എനിക്ക് ബോധ്യം തന്നത്, ദൈവത്താൽ അല്ലാതെ മതിലിനെ ചാടി കിടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ വാക്യത്തിലൂടെ ദൈവത്തോട് സംസാരിച്ചത്, ദാവീദിനെ നോക്കുമ്പോഴത്തേക്ക് അധികാരം ഉണ്ടാകും, പടയാളികളുണ്ടാകും, എന്തൊക്കെ രാജസ്ഥാനത്ത് ലഭിക്കാവുന്നതെല്ലാം ദാവീദിനുണ്ടാകും. അപ്പോഴും ദാവീദ് പറഞ്ഞത്, ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുന്നു, സ്വന്തം ശക്തിയാൽ ചാടി കിടക്കുന്നല്ല. ആർക്കേലും ആരോടെങ്കിലും നമുക്ക് എന്തേലും സ്നേഹിക്കാനോ മറ്റുള്ളവരോട് ക്ഷമിക്കാനോ, ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാതിരിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവം പറയാണ്, ആ മതിലിനെ ഇടിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ചെല്ലുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് നമ്മൾ ഇളയ മകനെ മാതൃകയാക്കേണ്ടത്. ചെന്നപ്പോഴാണ് അപ്പൻ കെട്ടിപ്പിടിച്ചത്. ഹല്ലേലൂയ. അപ്പൻ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചില്ല. ഹല്ലേലൂയ. അവനെ കണ്ടു, അവൻ മടങ്ങി വരികയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അപ്പൻ പോയി കെട്ടിപ്പിടിച്ചത്. ഹല്ലേലൂയ. അപ്പൻ മകനെ തേടി ചെന്ന്, മകൻ പോയതിന് അപ്പൻ വിഷമമുണ്ട്, ഇളയ മകൻ പോയതിന് അപ്പൻ വിഷമമുണ്ട്. പക്ഷെ മകനെ അങ്ങോട്ട് പോയി മകൻ എവിടെയാണെന്ന് തെരഞ്ഞെടുത്തല്ല അപ്പൻ കെട്ടിപ്പിടിച്ചത്. ഒന്നും ഇല്ലാതായപ്പോഴത്തേക്ക് അപ്പന്റെ അടുത്താണ് എനിക്ക് യഥാർത്ഥമായിട്ട് സന്തോഷം കിട്ടിയതെന്നുള്ള ബോധ്യം വന്ന് മടങ്ങി വന്ന മകനെ മടങ്ങി വന്നെന്ന് കണ്ടപ്പോഴാണ് അപ്പൻ പോയി കെട്ടിപ്പിടിച്ചത്. ദൈവം നമ്മളെ പുറകെ നടക്കുകയല്ല. ദൈവത്തിന് അടുക്ക ചെന്ന ദൈവം നമ്മളെ അടുക്കുക. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അടുക്ക ചെല്ലണമെന്നാണ്. ദൈവത്തിന്റെ അടുക്ക ചെല്ലുവാണെങ്കിൽ ദൈവം നമ്മളെ അടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഏത് രീതിയിലും ഏത് കാര്യത്തിലും നമ്മളോട് നമ്മളെ സഹായിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അതിന് തയ്യാറാണ്. ഹല്ലേലൂയ. തയ്യാറാവാതെ ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് വെളിപ്പെടുത്തില്ല. ഹല്ലേലൂയ. തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിന്റെ അടുക്കിലോട്ട് ചെല്ലുന്നില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മൂത്ത മകനെ പോലെ ക്രിസ്തുവിനാണെന്ന് പറഞ്ഞ് ഭവനത്തിലാണെന്ന് പറഞ്ഞ് ചിരിച്ചു ഉല്ലസിച്ച് നടക്കും. മൂത്ത മകനെ പോലെ ഞാൻ അപ്പനെ അനുസരിക്കുന്നവരാണ്, എന്നെ പോലെ വേറെ ആരുടെ ലോകത്തിൽ നടക്കും. കൃപയെ കുറിച്ച് ബോധ്യമില്ലാതെ നമ്മള് ക്രിസ്ത്യ ജീവിതം എങ്ങനെയോ തീർക്കും. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മൂത്ത മകനെന്നുള്ള പദവിയിൽ നിന്ന് യഥാർത്ഥ മകനെന്നുള്ള പദവിയിലോട്ട് മാറ്റാൻ ദൈവം സഹായിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് ചെല്ലാനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നവരാരും മഹത്വം കാണാതെ മടങ്ങിയിട്ടില്ല. ഏത് പ്രതിസന്ധിയില്ല. ഹല്ലേലൂയ. സഹായിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ സഹായിക്കാൻ വിശ്വസ്തനാണ്. ഏത് സാഹചര്യത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും, ഒരാളെ സ്നേഹിക്കാനും ഒരാളോട് ക്ഷമിക്കാനും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവസന്നിധിയിൽ ചെന്നാൽ ദൈവത്തിന് പ്രാപ്തനാക്കും. അതിനുള്ള കൃപ ദൈവം തരും. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് ക്രിസ്തുവിലായില്ല എങ്കിൽ നമ്മൾ ജീവിക്കുന്ന ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് നീതിമാനാണ്, ക്രിസ്തുവിന് വിശുദ്ധനാണ്, ക്രിസ്തുവിലെ ദൈവഭവനത്തിന്റെ അംഗമാണ്, ക്രിസ്തുവിലെ ദൈവഭവനത്തിന്റെ ഓഹരിക്കാരാണ്, ദൈവത്തിന്റെ ആ വലിയ ഓഹരിയുടെ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറ്റൊരാളെ വിശുദ്ധനായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയുന്നതിന് അർത്ഥമില്ലെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ആ വാക്യം എടുത്താൽ ക്രിസ്തുയേശു ലോകസ്ഥാപനത്തിന് മുമ്പേ അവരുടെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ.
ഞാൻ ആരെക്കാളും വലിയവനല്ല, ഞാൻ ആരെക്കാളും ചെറിയവനല്ല. ദൈവ സകലത്തിനും മീതമുള്ളവൻ. അവന്റെ മക്കളായിരിക്കുന്ന എല്ലാവരും അവന്റെ മുമ്പാകെ ഇരിക്കുകയാണ്, അവന്റെ മുമ്പാകെ സമന്മാരാണ്. ദൈവസ്നേഹം എനിക്ക് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കണമെങ്കിൽ ആദ്യം ദൈവസ്നേഹം എനിക്ക് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് ദൈവത്തിന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവരായിരിക്കണം. ദൈവസ്നേഹം എന്തെന്ന് രുചിച്ചറിയുന്നവരും ദൈവസ്നേഹത്തെ കുറിച്ച് ആഴത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവരുമാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹം ദൈവത്തെ ആക്കിയിരിക്കുന്ന സഭയിൽ എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരിടത്തും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഫേക്കായിരിക്കും. ദൈവസഭയിൽ എനിക്ക് മറ്റൊരാളോട് അതൃപ്തി ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അതൃപ്തി വെച്ചോണ്ടിരുന്നിട്ട് സമൂഹത്തിൽ പോയി യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കവടമറ്റിക്കാണ്. ഞാൻ കാണിക്കുന്നത് കവടമാണ്. സഭയിൽ നിന്ന് വേറൊരാളോട് ക്ഷമിക്കാതെ വെളിയിൽ പോയി യേശുവിനെ സ്നേഹിക്കുന്നു. എത്ര പരസ്യത്തിന് മൈക്ക് വെച്ച് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഞാൻ കാണിക്കുന്നത് കവടതയാണ്. എന്റെ അച്ഛനെ കുറിച്ച് ദൈവത്തിൽ പറയുന്നത് ചെന്നായികളുടെ നടുവിൽ കുഞ്ഞുള്ള പോലെ അയക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ക്ഷമിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. ക്ഷമിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞൊരാൾക്ക് ക്ഷമിക്കാൻ പറ്റും. ദൈവം എന്നോട് ക്ഷമിച്ചതെന്ന് അറിഞ്ഞൊരാൾക്ക് ക്ഷമിക്കാൻ പറ്റും. എന്തെങ്കിലും ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നെന്ന് പറഞ്ഞ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തെ വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ട് അത് വലിയ കഴിവല്ല, കൃപയാണ്. ഏതെങ്കിലും രീതിയിൽ ദൈവത്തെ കുറ്റവും പറഞ്ഞ് ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കൃപയാണ്. എന്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നു, എന്തുകൊണ്ട് ക്രിസ്തുവിന് മറ്റെന്തിനേക്കാളും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ അത്രമാത്രം രുചിച്ചറിഞ്ഞതുകൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മള് ചിന്തിക്കുന്നതിനും നിൽക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഒരു ആത്മാവിന്റെ വില ഈ സകല ലോകത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വചനം. ഒരു ആഗോള തലത്തിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് പേരുണ്ട്. നമ്മളെ വ്യക്തിപരമായ ദൈവം അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മള് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ കാണാൻ കഴിയുന്നതാണ്. കൃപയെ കുറിച്ച് ബോധ്യമില്ലാത്ത മൂത്തവൻ, ഭവനത്തിൽ എങ്ങനെ ആയത് ബോധ്യമില്ലാത്ത മൂത്തവൻ, അപ്പനെ കുറിച്ച് ബോധ്യമില്ലാത്ത മൂത്തവൻ, അപ്പന്റെ ഹൃദയം അറിയാത്ത മൂത്തവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇളയ മകൻ മടങ്ങി വന്നു. അപ്പൻ അത് കണ്ടു. ആ മടങ്ങി വരാൻ ആഗ്രഹിച്ചെന്ന് അപ്പന് ബോധ്യപ്പെട്ടു. അപ്പൻ പോയി കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള മനസ്സുമായിട്ട് ചിന്തെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവമേ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം, എന്നെ ഒന്ന് തുടരണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഇരിക്കുവാണെങ്കിൽ ദൈവം കെട്ടിപ്പിടിക്കുന്നത്. ദൈവം ഇറങ്ങി വരണോ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ. ഇത് നടക്കുന്നത് ദൈവസഭയിൽ, സമൂഹത്തിലല്ല. ദൈവസഭയിൽ നിന്നാണ് ഉണർവുണ്ടാകുന്നത്. ഈ ലോകത്ത് എവിടെ ഉണർവുണ്ടായാലും ഉണർവിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഉണർവുണ്ടാകുമ്പോഴത്തേക്ക് അവരെല്ലാം ഭയങ്കര വിശുദ്ധിയിലുണ്ടായിരുന്നു. ക്ഷമിക്കുന്നവരായിരുന്നു, സ്നേഹിക്കുന്നവരായിരുന്നു, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരായിരുന്നു, ദൈവസ്നേഹത്തെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. ഉണർവ് ദേശത്തുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഉണർവ് ദൈവസഭയിൽ ഉണ്ടാകും. ആദ്യം ദൈവസ്നേഹം ദൈവസഭയിൽ വെളിപ്പെടണം, എങ്കിലേ ദേശത്ത് വെളിപ്പെടണം. ദൈവം ഒരു ദേശത്ത് ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവസ്നേഹം ദേശത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സഭയിൽ വരുന്നവർക്ക് ദൈവസ്നേഹം ഇല്ലാതെ ആ ദേശം ദൈവസ്നേഹത്തെ അറിയത്തില്ല. ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാതെ ആ ദേശം ദൈവസ്നേഹത്തെ അറിയത്തില്ല. അതുകൊണ്ട് ഗലാത്യലേഖനം പറയുന്നത് പോലെ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു ആണെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് മൂത്ത മകന്റെ എന്തേലും ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് സ്വയം നമ്മൾ പരിശോധിക്കും. ഞാൻ കൃപയെ കുറിച്ച് കൃത്യമായിട്ട് ബോധമുള്ളവനാണോ? പിതാവിന്റെ ഹൃദയം അറിയുന്നവനാണോ? കൃപയോട് ഞാൻ യഥാർത്ഥമായിട്ട് നേരെ രീതിയിലാണോ പ്രതികരിക്കുന്നത്? ഞാൻ അപ്പൻ സന്തോഷിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നവനാണോ? പറ്റുവാണെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് പണി കിട്ടുന്നതാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നവരാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണോ ഇതിലുള്ളത്? അതില്ല. ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ല, ഇങ്ങനെ ഒരു സ്വഭാവം അല്ല നമ്മളിൽ ഉള്ളതെങ്കിൽ, മൂത്ത മകന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ ഇപ്പോഴും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് അത് തിരുത്തപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് അത് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു.
എബ്രായലേഖനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനാണ് ദൈവവചനം പറയുന്നത്. വിറച്ചടിച്ച് ചെല്ലുവാനല്ല. എനിക്ക് സഹായം വേണമെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാനാണ് ദൈവവചനം പറയുന്നത്. ചെന്നാൽ വിടുവിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാറുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പ്രാപ്തനാക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഉണങ്ങുവാൻ ദൈവം വിശ്വസ്തനാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതിന്റെ സകല ചിന്താകളും അവന്റെ മേൽ വിട്ടുകൊള്ളുക. അതിന്റെ മുമ്പ് നമ്മൾ എപ്പോഴും വിട്ടുകളയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക, എന്നിട്ട് നിന്റെ സകല ചിന്താകളും അവന്റെ മേൽ വിട്ടുകൊള്ളുക. നമ്മൾ എപ്പോഴും പറയുന്നത് നിന്റെ സകല ചിന്താകളും ദൈവത്തിന്റെ മേൽ വിട്ടുകൊള്ളുക. ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ താണിരിക്കാൻ ഒരു പ്രാപ്തനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ബോധ്യമുള്ളവനാണ്. ദൈവം ആഗ്രഹിക്കുന്നു. ഇളയ മകനെ പോലെ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൂത്ത മകനെ പോലെ ആവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇളയ മകനെ പോലെ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൂത്ത മകന്റെ സ്വഭാവമുള്ളവരായിട്ട് തീരാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തോ ആണ് ആവേണ്ടത്. ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ അതുപോലെ മറ്റൊരാളെ സ്നേഹിക്കുക. ദൈവം എന്നോട് ക്ഷമിച്ചെങ്കിൽ അതുപോലെ മറ്റൊരാളോട് ക്ഷമിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം അവർക്ക് പറ്റിയിട്ടല്ല ചെയ്തത്. ദൈവം അവരെ സഹായിച്ചിട്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് ദൈവം കൃപ തരാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്തേലും മൂത്തമകന്റെ സ്വഭാവം അവിടെ ഇവിടെയായിട്ട് നമുക്ക് പല രീതിയിലും പല ഭാഗത്തായിട്ട് നമുക്കുണ്ട്. പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇമോഷൻസിന്റെ പുറത്ത് നമുക്ക് ഈ മൂത്തമകന്റെ സ്വഭാവം പല രീതിയിൽ വരാറുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാൽ അത് മാറ്റി ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് തീർക്കാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം സഹായിക്കും. ഹാലയിൽ ചെല്ലാന്നുള്ളത് നമ്മൾ ഓരോരുത്തരും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെല്ലാൻ. ഹാലയിൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ മൂത്തമകന്റെ സ്വഭാവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് വെളിപ്പെട്ട് വരുന്നെങ്കിൽ അതിനെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ഭാവമുള്ള യഥാർത്ഥമായ ദൈവം അതിനെ ആക്കാനുള്ള സഹായത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നമ്മെ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിനായി നമ്മേക്ക് നന്ദി പറയും. കർത്താവെ, ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ഞങ്ങളെ തേടി വന്നേ കർത്താവേക്ക് നന്ദി പറയും. കർത്താവെ, ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി ജീവനം തന്നതിനേക്ക് നന്ദി പറയും. കർത്താവെ, അന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും കർത്താവെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും യേശുദാവെ, അങ്ങ് എന്നെ സ്നേഹിച്ചു, ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിച്ചു, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അതിന് പറ്റിയ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും കർത്താവെ മൂത്തമകന്റെ സ്വഭാവങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നു. കർത്താവെ, പൂർണ്ണമായി അങ്ങയുടെ മുമ്പായി സമ്മതിക്കുകയും സമർപ്പിക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങൾക്ക് സഹായം ആവശ്യമാണ്. ഞങ്ങളുടെ ശക്തിയിൽ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ ശ്രമിക്കാനോ കഴിയുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവെ, ഞങ്ങളുടെ കൃപയാൽ ഞങ്ങളെ മറയ്ക്കുമാറാണ് സഹായിക്കുവാൻ ദൈവം വിശ്വസനാണ്. കർത്താവെ, സഹായിക്കുമാറാണ്. ഞങ്ങളുടെ നാമപാത്രത്തിനായി ദൈവം തീർക്കുമാറാണ്. കർത്താവെ, ക്രിസ്തുവിന്റെ സ്നേഹം ദൈവമേ ഞങ്ങളെ ആക്കിയിരിക്കുന്ന സഭയിൽ വെളിപ്പെട്ട് ആ സഭ മുഖാന്തരം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ അഭിമാനത്തോടെ കർത്താവെ ഇവിടെയാണ് വിശ്വസനായിരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ യേശുവിന്റെ He
ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലൂടെ ഞാനത് പറയണം. നമ്മളെല്ലാരെയും വ്യക്തിപരമായി ദൈവം ഭയങ്കരമായി സ്നേഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് ദൈവം നല്ല രീതിയിൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പാട്ടിന്റെ വരിയുണ്ട്, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാവാൻ ശാപമായി തീർന്നോടെ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതം നോക്കിയാൽ നീതിമാനെന്ന് നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൽ നീതിമാനെന്ന് നമ്മളെ തന്നെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്ക് ക്രിസ്തുവിലായ എല്ലാവരും ക്രിസ്തുവിൽ നീതിമാന്മാരാണ്. ക്രിസ്തുവിലായ എല്ലാവരും വിശുദ്ധന്മാരാണ്. ക്രിസ്തുവിലായ എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. ദൈവം എന്റെ ശാപത്തിനു വേണ്ടി, എന്റെ ലോകത്തിനു വേണ്ടി ഞാൻ നീതിമാനായി തീരാനായിട്ട് മരിച്ചെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ല അത് മരിച്ചത്, സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ചു. സകല മനുഷ്യരും ക്രിസ്തുവിനായ എന്റെ സഹോദരങ്ങളാണ്. ഹല്ലേലൂയ. പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ, നീതിമാനാകുവാൻ ശാപമായി തീർന്നോനേ. വന്ദനമേ യേശുവേ ശരണനായ വന്ദനമേ, വന്ദനമേ, വന്ദനമേ എന്നും യോഗ്യനേ, വന്ദനമേ എന്നും യോഗ്യനേ. നിന്നാലും ജനങ്ങൾ എന്നിൽ നീ തന്നാനാ, നിന്നാലും ജനങ്ങൾ എന്നിൽ നീ തന്നാനാ, നിന്നോടെ വന്ദനം എന്നോവെന്നാമമാ, നിന്നോടെ വന്ദനം എന്നോവെന്നാമമാ. വന്ദനമേ രക്ഷകനായ വന്ദനമേ.
ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അതുവഴി ക്രിസ്തുവിന്റെ സ്നേഹം സഭയിൽ വെളിപ്പെടുവാനും സഭ മുഖാന്തരം ദേശം ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. വ്യക്തിപരമായി തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം വെളിപ്പെടുത്തുവാനും ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നടക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേട്ട് ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു.